ക്ലാസ് ഒക്കെ കേട്ട് പഠിച്ചിരുന്നോ? എന്താണ് അവസ്ഥ? സംശയങ്ങൾ വല്ലതും ഉണ്ടായിരിക്കെങ്കിലും? ഹലോ, ആർക്കും സംശയമൊന്നുമില്ല? ഓ, ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ഓൺ ആക്കിയിട്ടോ പറയാവുന്നതാണ്. ഓക്കെ ഓക്കെ. അതിന്റെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഫസ്റ്റ് ചാപ്റ്റർ സെറ്റുകളെ കുറിച്ചായിരുന്നു. അപ്പോ അത് കുറച്ച് ചിലപ്പോ എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായേക്കാം. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മള് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വോയിസ് ആയിട്ടോ അല്ലാതെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തു തരാൻ സാധിക്കും. ഓക്കെ, അപ്പോ നമുക്കിന്ന് 4th ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ 4th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡാറ്റ കളക്ഷൻ ആണ്. ഓക്കെ, ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആൻഡ് സോഴ്സസ്. അപ്പോ ഈ ഡാറ്റ അനാലിസിസിന്റെ ആദ്യത്തെ ഭാഗം തന്നെ, അഥവാ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡാറ്റ കളക്ട് ചെയ്യാന്നുള്ളതാണ്. അഥവാ നമ്മൾ എന്ത് പഠനമാണോ റിസർച്ച് ആണോ നടത്തുന്നത് അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ അതിന്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതിന്റെ സോഴ്സുകൾ, ആ ഡാറ്റ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാം, അത് പിന്നെ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ മെത്തേഡുകളുടെയും പോസിറ്റീവ് നെഗറ്റീവ്സും, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ രാജ്യത്ത് സെൻസസ് നടക്കലില്ലേ, അഥവാ രാജ്യത്തെ എല്ലാ ആൾക്കാരുടെയും ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ പരിപാടി, അവസാനമായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സെൻസസ് നടന്ന വർഷം ഏതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അറിയോ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ അവസാനമായിട്ട് ഇന്ത്യ രാജ്യത്ത് സെൻസസ് നടന്ന വർഷം? യെസ്, കറക്റ്റ്, 2011. ഓക്കെ, 2011 അവസാനമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടന്നത്. കറക്റ്റ് ആണ്. അപ്പോ ഇത് ശരിക്കും സെൻസസ് ഓരോ 10 കൊല്ലം കൂടുമ്പോഴാണ് നടക്കേണ്ടത്. അഥവാ 2001 നടന്നു, 2011 നടന്നു, 2021 നടക്കേണ്ടതായിരുന്നു. പക്ഷെ അന്നത്തെ കൊറോണ കാരണത്താലാണ് എന്തായത്, സെൻസസ് നടക്കാതെ പോയത്. അപ്പോ ഇപ്പോഴും ഇങ്ങനെ ലാഗായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എന്നാണ് സെൻസസ് നടക്കുക എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ എന്തിനാണ് സെൻസസ് നടത്തുന്നത്? സെൻസസ് നടത്തുന്നത് എല്ലാ ആൾക്കാരുടെയും ഒരു മൊത്തം ഒരു എന്താ പറയാ, എത്ര കോടി ആൾക്കാരാണ് ഇന്ത്യയിൽ ഉള്ളതെന്നുള്ളതിന്റെ ഒരു കണക്കെടുക്കുക. അത് മാത്രമല്ല സെൻസസ് കൊണ്ടുള്ള ഉദ്ദേശം. അഥവാ ഓരോ ആൾക്കാരുടെയും ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എല്ലാ ആൾക്കാരുടെയും എല്ലാ ഡാറ്റയും ഉണ്ടാകും, ഒരുമിച്ച് കളക്ട് ചെയ്യും. അവിടെ മൊത്തം ഹെഡ് കൗണ്ട്, അഥവാ എത്ര ആൾക്കാരുണ്ട് എന്ന് മാത്രമല്ല സെൻസസിൽ ഡാറ്റ കളക്ട് ചെയ്യാം. അഥവാ ഓരോരുത്തരുടെയും വയസ്സ് കളക്ട് ചെയ്യും, അവരുടെ ജെൻഡർ, അവർ തമ്മിലുള്ള ഓരോ ഫാമിലിന്റെ മക്കൾ, അങ്ങനെ റിലേഷൻഷിപ്പുകൾ, ഫാമിലി സ്ട്രക്ചർ, പിന്നെ ഡെമോഗ്രാഫിക്സ്, അഥവാ ഓരോരുത്തർ ഏതൊക്കെ പഠിക്കുകയാണോ വർക്ക് ചെയ്യുകയാണോ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പ്രവാസിയാണോ, അതല്ലെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ ഉണ്ടോ, അതല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ പല കാര്യങ്ങൾ, ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെ എന്തൊക്കെ ഡാറ്റ ഒരു ഒരാളെ കുറിച്ച് ഒറ്റയടിക്ക് കളക്ട് ചെയ്യാൻ കഴിയും, ഇങ്ങനത്തെ എല്ലാ ഡാറ്റയും ഉണ്ടാകും ഓരോ സെൻസസിലും കളക്ട് ചെയ്യും. അപ്പൊ എന്തിനാണ് ഇങ്ങനത്തെ സെൻസസിലൊക്കെ ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്? അതല്ലെങ്കിൽ കളക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്?
ഈ ഡാറ്റ ഉപയോഗിച്ചായിരിക്കും ഇനിയുള്ള ഒരു 10 കൊല്ലത്തേക്കുള്ള എല്ലാവിധ പോളിസികളും, ഗവൺമെന്റ് പോളിസികളും, ഗവൺമെന്റിന്റെ എല്ലാവിധ പദ്ധതികളും ഈ ഒരു സെൻസസ് ബേസ് ചെയ്തിട്ടായിരിക്കും നടപ്പിലാക്കുക. ഓക്കെ, അപ്പോ സെൻസസിനെ കുറിച്ചൊക്കെ എന്താക്കാം, നമുക്ക് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഡാറ്റ കളക്ഷൻ, അതിന്റെ മെത്തേഡ്സ്, അതിന്റെ സോഴ്സുകൾ, ഈ കാര്യമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഡാറ്റ ടൈപ്പുകളാണ്. ഓക്കെ, അഥവാ നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ രണ്ട് രീതിയിൽ വരും. ഒന്നാമത്തേത് പ്രൈമറി ഡാറ്റ, രണ്ടാമത്തേത് സെക്കൻഡറി ഡാറ്റ. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു ഈ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും നമ്മൾ എന്താണ് ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ്, അതിന്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ കഴിയോ എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി ഡാറ്റ എന്ന്? ക്ലാസ് കേട്ടിരുന്നോ സെക്കൻഡ് ചാപ്റ്റർ? ഓക്കെ, അപ്പോ പ്രൈമറി ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു റിസർച്ച് ചെയ്യാണ്ട്, നമുക്കൊരു പഠനം നടത്താനുണ്ട്. അപ്പോ ആ ഒരു ആവശ്യത്തിനായിട്ട് ആരാണോ പഠനം നടത്തുന്നത്, ആരാണോ റിസർച്ച് ചെയ്യുന്നത്, അയാൾ തന്നെ അതിനാവശ്യമായ ഡാറ്റ സ്വന്തം കളക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, പ്രൈമറി ഡാറ്റ എന്ന് പറയും. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു സ്ഥലത്തെ ഡാറ്റ ഒരാവശ്യം ശ്രദ്ധിക്കാനുണ്ട്. ഉദാഹരണത്തിന് ഒരു 2 മിനിറ്റ്, ഞാനിപ്പോ ചെറിയൊരു ഇതുണ്ട്, ഒരു 2 മിനിറ്റ് കേട്ടോ. ഓക്കെ.
ഹലോ, ഞാൻ ഓഡിയബിൾ അല്ലേ? യെസ്, ഓഡിയബിൾ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നത് അഥവാ ക്ലിയർ ആവുന്നില്ല. രണ്ടെണ്ണാണ്, പ്രൈമറി ഡാറ്റ ആൻഡ് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ലേ? ഇപ്പൊ ഓക്കെ. ഒറ്റ മിനിറ്റ്. ഓക്കെ. അപ്പോ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. അപ്പോ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, അഥവാ കാര്യത്തിന് ഒരു റിസർച്ച് നടത്തണം, നമുക്കൊരു കാര്യം അറിയാം. അപ്പോ ഇതിന് ആവശ്യമായ ഡാറ്റ റിസർച്ച് ചെയ്യുന്നത്. ക്ലിയർ അല്ല, സ്റ്റക്ക് ആവുന്നുണ്ട്, ഉണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട്. നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ നമുക്ക് സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, പറയാം. അപ്പോ നമുക്ക് പറയാനുള്ളത് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയുമാണ്. ഓക്കെ, അപ്പോ പ്രൈമറി ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ ഒരു റിസർച്ചർ എനിക്ക് ആവശ്യമായ റിസർച്ചിന് ആവശ്യമായ ഡാറ്റ അദ്ദേഹം തന്നെ സ്വയം എന്താ പറയാ സർവേ ഒക്കെ ഉപയോഗിച്ചൊക്കെ കണ്ടെത്തുന്നതിന് എന്ത് പറയാ, പ്രൈമറി ഡാറ്റ എന്ന് പറയും. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ഗ്രാമത്തില് ഏതൊക്കെ ടെലിവിഷൻ, ഓരോ മൊത്തം നാട്ടുകാരുടെ ടെലിവിഷൻ സീരീസ് ഇഷ്ടപ്പെട്ട ചാനൽ ഏതൊക്കെയാണെന്ന് കണ്ടെത്തും. അപ്പോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഡാറ്റ കളക്ട് ചെയ്തിട്ട് കാര്യമില്ല. അഥവാ ആ നാട്ടിലെ ആൾക്കാരോട് പോയിട്ട് എന്താക്കണം, ഓരോരുത്തരോടും പോയിട്ട് ചോദിച്ച് സർവേ എടുത്ത് മാത്രം കളക്ട് ചെയ്താലേ ആ ചോദ്യത്തിന് റിസർച്ചിന് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ എന്താണോ പ്രൈമറി ഡാറ്റ സർവേ ചെയ്തിട്ട് സ്വയം കണ്ടെത്തണം. അതിനെന്ത് പറയാ, പ്രൈമറി ഡാറ്റ എന്ന് പറയും. അഥവാ നമ്മൾ എന്താണ് ആവശ്യം അതിനു വേണ്ടി ടൈലർ ചെയ്തെടുത്ത ഡാറ്റക്ക് എന്ത് പറയാ, പ്രൈമറി ഡാറ്റ എന്ന് പറയും. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ സെൻസസിന്റെ ഡാറ്റ, അഥവാ സെൻസസിന്റെ ഡാറ്റ ഒക്കെ എന്താക്കും, ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടാക്കും, വേറെ ആരെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടാകും. ആ ഡാറ്റ എന്താക്കും, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഡാറ്റ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്തത് വേറെ ഏതെങ്കിലും ഒക്കെ ആവശ്യത്തിനായിരിക്കും. എന്തായിരിക്കും, എന്താക്കും, ആ ഡാറ്റ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യും. ഉദാഹരണത്തിന് 2011 സെൻസസ് ഡാറ്റ പിന്നീട് ഒരു ആവശ്യത്തിന് വേണ്ടി സ്കൂൾ പ്രൊജക്ടിനോ അല്ലാത്ത പഞ്ചായത്തിലെ പ്രൊജക്ടിന് വേണ്ടി എന്താക്കും ഉപയോഗിക്കുന്നതിന് എന്ത് പറയാ, സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മൾ ഏത് റിസർച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ്, ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ശ്രദ്ധിക്കണം, ആ വിഷയത്തിലുള്ള പ്രൈമറി ഡാറ്റ ഉണ്ടോ എന്ന്, സെക്കൻഡറി ഡാറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ടൈമും പിന്നെ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്തത് സംസാരിക്കാനുള്ളത് ഈ പ്രൈമറി ഡാറ്റ കളക്ഷന്റെ 4 മെത്തേഡുകളാണ്. ഓക്കെ, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാണ്ടെങ്കിൽ ഇത് 4 രീതിയിലാണ് നമ്മളത് കളക്ട് ചെയ്യുക. ഒന്നാമത്തേത് സെൻസസ് മെത്തേഡ്, രണ്ടാമത്തേത് സർവേ മെത്തേഡ്,
മൂന്നാമത്തേത് ഒബ്സർവേഷൻ മെത്തേഡ്, നാലാമത്തേത് എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഓക്കെ, അപ്പോ സെൻസസ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ ആണ്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ആൾക്കാരെ മൊത്തം എണ്ണം എടുക്കണം. അതിന് ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക? സെൻസസ് മെത്തേഡ്. അഥവാ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരുടെയും എന്താവും സർവേ ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യും. ഇതിനെന്ത് പറയാ? സെൻസസ് മെത്തേഡ് എന്ന് പറയാം. അഥവാ മൊത്തം പോപ്പുലേഷൻ, മൊത്തം യൂണിവേഴ്സിലെ എല്ലാ ഡാറ്റയും എന്താക്കുക? കളക്ട് ചെയ്യുക. അതാണ് സെൻസസ് മെത്തേഡ്. ഓക്കെ, ഇനി സർവേ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ മൊത്തം ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് പകരം ഈ സെൻസസ് മെത്തേഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ടൈമും എടുക്കും, പൈസയും ചെലവാകും. ഓക്കെ, പക്ഷേ അപ്പൊ അതിനത്രയും ചെലവാക്കാൻ ഉണ്ടാവില്ല. അത് റിസർച്ചേഴ്സിന് എടുക്കും അത്ര ക്യാഷ് ഉണ്ടാവില്ല, അത്ര ടൈമും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? സർവേ മെത്തേഡാണ് യൂസ് ചെയ്യുക. അഥവാ മൊത്തം ആൾക്കാരുടെ ഡാറ്റ കളക്ട് ചെയ്തതിന് പകരമായിട്ട് ഒരു 100 ആൾക്കാരോ ഒരു 1000 ആൾക്കാരോ ഒരു 10000 ആൾക്കാരുടെ ഡാറ്റ മാത്രം കളക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളെന്താ എടുക്കുക? ഒരു സാമ്പിൾ ഡാറ്റ സെറ്റ് ആണ് എടുക്കുക. സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഡാറ്റ മാത്രം. എന്നിട്ട് ഈ സാമ്പിൾ ഡാറ്റ സെറ്റ് എടുത്തിട്ട് ആ ആൾക്കാരോട് സെലക്ട് ചെയ്ത ഈ ചോദ്യങ്ങൾ മാത്രം ചോദിക്കും. എന്നിട്ട് ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്താക്കും? റിസർച്ച് ചെയ്യും. ഓക്കെ, ഇതിനെന്ത് പറയാ? സർവേ മെത്തേഡ് എന്ന് പറയാം. അപ്പോ ഇതിൽ ശ്രദ്ധിക്കേണ്ട 3 ടേംസ് ആണ്. ഒന്നാമത്തത് സാമ്പിളിംഗ് ഫ്രെയിം, റാൻഡം സാമ്പിളിംഗ്, മൂന്നാമത്തത് നോൺ റാൻഡം സാമ്പിളിംഗ്. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മളെന്താ വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്നു വരുന്ന എന്താ പറയാ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ കൂടി വരുന്നുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യും. അപ്പോ നമ്മള് ഇതിനു വേണ്ടിയിട്ട് സാമ്പിളിംഗ് എടുക്കും. അതോ ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും ഒരു 100 വിദ്യാർത്ഥികൾ, അതല്ലെങ്കിൽ എല്ലാ ജില്ലയിൽ നിന്ന് ഒരു 10 വിദ്യാർത്ഥികളുടെ ഡാറ്റ ഉണ്ടാക്കും. നമ്മൾ സാമ്പിൾ എടുക്കും. ആ 10 വിദ്യാർത്ഥികളോട് ഉണ്ടാക്കും നമ്മൾ ഇവിടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഈ 10 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 140,000 വിദ്യാർത്ഥികളുടെ ആ ലിസ്റ്റ്, അതിനെന്ത് പറയാ? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയും. ഓക്കെ, ഈ രണ്ടാമത്തതാണ് റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുകയാണെങ്കിൽ മൊത്തം നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കുന്ന ഡാറ്റ എന്തായിരിക്കണം? റാൻഡം ആയിരിക്കണം. അഥവാ നറുക്കിട്ട് എടുക്കുന്ന മാതിരി ഒരു കണ്ടീഷൻ ഒന്നും അല്ലാണ്ട് എവിടെന്നെങ്കിലും ഒക്കെ എടുക്കുന്നതിന് എന്ത് പറയാ? റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാ. ഉദാഹരണത്തിന് ഓരോ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു 100 ആൾക്കാർ, അതല്ലെങ്കിൽ ഫസ്റ്റ് ആരാണ് നമുക്ക് ഡാറ്റ തരുന്നത് അങ്ങനത്തെ ഒരു 1000 ആൾക്കാർ, അങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് എന്താ പറയാ? റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. അഥവാ ആർക്കും എന്താവാം ഡാറ്റ തരാം, ആർക്കും റെസ്പോൺസ് തരാം, ഏതെങ്കിലും ആൾ തന്നെ ആവണമെന്ന് കൃത്യമായിട്ട് ഡെഫിനിഷൻ ഒന്നുമില്ല. ഇതിനെന്താ പറയാ? റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം. നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ട്, ഉദാഹരണത്തിന് എന്താണ് നമുക്ക് ഈ സ്റ്റുഡൻസിന്റെ പ്രശ്നമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താക്കി? നമ്മുടെ അടുത്തുള്ള പുരന്റെ അപ്പുറത്തുള്ള ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ 100 കുട്ടികളോട് അല്ലെങ്കിൽ ഒരു 150 കുട്ടികളുടെ ഡാറ്റ മാത്രം കളക്ട് ചെയ്തു. അതാണ് എന്ത്? നോൺ റാൻഡം സാമ്പിളിംഗ്. നമ്മളെന്തായിട്ടില്ല, കേരളത്തിൽ എല്ലാവരോടും എന്തായിട്ടില്ല, ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവർക്കും വേണ്ടി ഗൂഗിൾ ഫോം ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് എന്താക്കി? ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാണ്ട് ഡയറക്റ്റ് സ്കൂളിൽ പോയിട്ട് എന്താക്കി? ഡാറ്റ കളക്ട് ചെയ്തു. എന്താണ്? നോൺ റാൻഡം ആണ്. അഥവാ നമുക്ക് വരുന്ന ഡാറ്റ എന്താണ്? ഫിക്സ്ഡ് ആണ്. ഈ സ്കൂളിന് മാത്രമേ വരുള്ളൂ എന്ന് നമുക്ക് അറിയാം. അതിനെന്ത് പറയാ? നോൺ റാൻഡം സാമ്പിളിംഗ് എന്നുള്ളത്. അഥവാ അങ്ങനെ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ എന്താക്കി? ഭയങ്കര പൈസക്കാരായ ഒരു സ്കൂളിൽ പോയി ചോദിച്ചു, അതല്ലെങ്കിൽ പെൺകുട്ടികളോട് മാത്രം ചോദിച്ചു, അതല്ലെങ്കിൽ ആൺകുട്ടികളോട് മാത്രം ചോദിച്ചു. അങ്ങനെ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് എന്ത് പറയാം? നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ സെൻസസ് മെത്തേഡും സർവേ മെത്തേഡൊക്കെ എന്താണ്? വൺ ടൈം മെത്തേഡുകളാണ്. വൺ ടൈം ഡാറ്റ കളക്ഷൻ ആണ്. അത് ഒറ്റ എന്താവുള്ളൂ? ഡാറ്റ കളക്ട് ചെയ്യുള്ളൂ. അഥവാ എന്താണ്? സെൻസസ് മെത്തേഡ് 2011 ഒരു വട്ടം എടുക്കും, പിന്നെ 10 കൊല്ലത്തേക്ക് ഒറ്റ വട്ടവും ഉണ്ടാവില്ല, ഡാറ്റ കളക്ട് ചെയ്യില്ല. സർവേ മെത്തേഡും റിസർച്ചിന് എന്താണ് ആവശ്യം ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്
എന്താക്കും, ആ സർവേ അവസാനിപ്പിക്കും. പിന്നെ ഡാറ്റ റിസർച്ച് ചെയ്യുന്നവരെ വേറെന്താവില്ല, സർവേ ഒന്നും നടത്തില്ല. പക്ഷെ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ റിയൽ ടൈമിൽ ഡാറ്റ കളക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്തതിന് എന്താ പറയാ, ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു ഡോക്ടർ ഒരു രോഗിയുടെ എല്ലാവിധ എന്താ പറയാ കാര്യങ്ങളൊക്കെ ഒരു 10 കൊല്ലത്തോളം എന്താക്കുക, ഫുൾ ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ മൊത്തം കളക്ട് ചെയ്യുക. അവന്റെ എല്ലാവിധ എന്താ പറയാ ഡിപ്രഷനും അതിന്റെ ഹെൽത്ത് കാര്യങ്ങളും അത് കാലാകാലങ്ങളോളം ഇതൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക. അതിനെന്ത് പറയാ, ഒബ്സർവേഷൻ മെത്തേഡ്. അതെന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും, തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാറ്റ കളക്ഷൻ രീതിയാണ് ഒബ്സർവേഷൻ മെത്തേഡ്. പിന്നെ നാലാമത്തതാണ് എന്ത്, എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് പകരം, അഥവാ പോയി എല്ലാവരോടും ചോദിക്കുന്നതിന് പകരം നമ്മളായിട്ടൊരു എൻവിറോൺമെന്റ് ഇതാക്കുക, സെറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നമുക്ക് എന്താക്കണം, ഒരു പുതിയൊരു കീടനാശിനി പരീക്ഷിക്കണം. അപ്പോ ഇത് പരീക്ഷിക്കാൻ വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പാടം എടുത്തിട്ട് അവിടെ എന്താക്കും, ഈ ഓരോ കീടനാശിനി എന്താക്കും, പരീക്ഷിക്കും. പിന്നെ ഫസ്റ്റ് കുറച്ച് എന്താ പറയാ വെള്ളവും മറ്റെന്താ പറയാ ഓരോ ക്രോപ്പുകൾ, ഓരോ പലയിനം എന്താ പറയാ അരിയും ഗോതവും ഇങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാവില്ല, ഓരോന്ന് വെച്ച് ഉണ്ടാക്കും. നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് എൻവിറോൺമെന്റിൽ ഉണ്ടാക്കും, നമ്മൾ എന്താക്കും പല വട്ടം ഇങ്ങനെ പരീക്ഷിക്കും. അതിനെന്ത് പറയാ, എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയാം. ഈ എക്സ്പെരിമെന്റൽ മെത്തേഡാണ് കാരണം അവിടെയുള്ള എല്ലാവിധ വാരിയബിൾസും നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ എത്ര വെള്ളം ഒഴിക്കണം, മറ്റു കാര്യങ്ങൾ കീടനാശിനി ഒഴിക്കണം, ഏത് ക്രോപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്, മറ്റെല്ലാ കാര്യങ്ങളും എന്താക്കും നമ്മൾ തന്നെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ കീടനാശിനി എന്തൊക്കെ റെസ്പോൺസ് ആണ്, എന്തൊക്കെ റിയാക്ഷൻ ആണ് ഈ ക്രോപ്പിൽ വരുത്തുന്നത് എന്താക്കും നമ്മൾ പഠിക്കും. ഇതിനെന്ത് പറയാ, എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയും. ഇങ്ങനെ 4 മെത്തേഡുകളാണ്. ഒന്നാമത്തത് സെൻസസ് മെത്തേഡ്, രണ്ടാമത്തത് സർവേ മെത്തേഡ്, മൂന്നാമത്തത് ഒബ്സർവേഷൻ മെത്തേഡ്, 4ാം മെത്തേഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഏതാണ് സംശയം? എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണോ? എക്സ്പെരിമെന്റ് മെത്തേഡ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി. ഓക്കെ. അപ്പോ ഒരു ഉദാഹരണത്തിന് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഉദാഹരണം. അപ്പൊ ഒരു അഗ്രികൾച്ചറൽ അഥവാ ഒരു കൃഷിയൊക്കെ പഠിക്കുന്ന ഒരു സയന്റിസ്റ്റ്. അപ്പോ കൃഷിയൊക്കെ പഠിക്കുന്ന ഒരു സയന്റിസ്റ്റ് എന്താക്കണം, ഒരു പുതിയൊരു കീടനാശിനി തളിച്ചാൽ എന്തൊക്കെ റിയാക്ഷൻ ഉണ്ടാകും, അഥവാ ഈ ക്രോപ്പൊക്കെ അരിയൊക്കെ കേടാവാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ, അതല്ലെങ്കിൽ. എക്സ്ക്യൂസ് മീ സർ, ഒരു മിനിറ്റ്, ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? ബാക്ക്ഗ്രൗണ്ടിലെ സംസാരം ഭയങ്കരമായിട്ടൊരു ഡിസ്റ്റർബ് ആവുന്നു. ഓക്കെ. ഇപ്പൊ പറഞ്ഞിരിക്കണോ? ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ. അപ്പോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണ്. ഓക്കെ, എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് എന്താക്കണം, പുതിയ കീടനാശിനി പരീക്ഷിക്കണം. അപ്പോ അത് പരീക്ഷിച്ചാല് എത്ര ആ ക്രോപ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ലേ, അതല്ലെങ്കിൽ അത് എത്രത്തോളം റിയാക്ഷൻ ആണ് ക്രോപ്പിന് വരുത്താനില്ലെന്ന് അറിയില്ല. അപ്പൊ അത് പരീക്ഷിക്കാൻ വേണ്ടി എന്താക്കും, ഒരു
നമ്മള് ലാബിലോ അതല്ലെങ്കിൽ കെമിസ്ട്രി ലാബിലോ അതല്ലെങ്കിൽ ലാബ് ഉണ്ടാക്കിയിട്ട് അവിടെ എന്താക്കും ഒരു പ്ലാന്റിന് ഈ ഫെർട്ടിലൈസർ ഈ കീടനാശിനി ഇട്ടിട്ട് നോക്കും പരീക്ഷിക്കും എന്ത് റിയാക്ഷനാണ് വരുന്നത്. പിന്നെ വേറൊരു എന്താ പറയുക ക്രോപ്പ് ഇട്ടിട്ട് വേറെ ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കും. ഇങ്ങനെ പല വട്ടം ഉണ്ടാക്കും, പല ക്രോപ്പുകൾ വെച്ചിട്ട് പരീക്ഷിക്കും. അങ്ങനെ പല ക്രോപ്പുകളിലും കീടനാശിനി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് എന്താ പറയാ, എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചർച്ച ചെയ്യാനുള്ളത് എന്താണ്, എങ്ങനെയാണ് ഒരു സക്സസ്ഫുള്ളി ഒരു സർവേ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കണം, ഈ സർവേ ചെയ്യേണ്ടി വരും, സർവേ നടത്തേണ്ടി വരും. അപ്പോൾ സർവേ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 സ്റ്റെപ്പുകൾ, പല സ്റ്റെപ്പുകളുണ്ട്. ഈ 7 സ്റ്റെപ്പുകളുടെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെറ്റ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഉദാഹരണത്തിന് നമുക്കെന്ത്, ഈ കോളേജിന്റെ കുട്ടികളുടെ ഡിപ്രഷൻ, നമുക്ക് ആ ഉദാഹരണം തന്നെ എടുക്കാം. കുട്ടികളുടെ ഡിപ്രഷനെ കുറിച്ചാണ് നമുക്ക് അറിയാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ കുട്ടികളുടെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ എന്താക്കേണ്ട, എന്തൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുക, ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയുമോ? ഇത് കുട്ടികളുടെ ഡിപ്രഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഥവാ ഡിപ്രഷൻ കാരണത്താൽ കുട്ടികളുടെ പഠനത്തിൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ, അഥവാ മാർക്ക് കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളും. അപ്പോ നമുക്ക് എന്തൊക്കെ ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്? എന്തൊക്കെ ആയിരിക്കും? ഉദാഹരണത്തിന് എന്ത്, ആ കുട്ടികൾക്ക് എന്തെങ്കിലും ആ കുട്ടികളുടെ മാർക്ക് നമ്മൾ ഉണ്ടാക്കും. ഇനി ഡിപ്രഷനൊക്കെ അളക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഉണ്ടാവും, പല ടെസ്റ്റുകൾ ഉണ്ടാകും. ആ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ട് എന്താക്കും, ആ കുട്ടികളുടെ ഡിപ്രഷൻ സ്കോർ നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ ആ കുട്ടികളുടെ മാർക്കുകൾ നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ ആ കുട്ടികളുടെ വീട്ടിലെ അവസ്ഥ, ആ ഡാറ്റ ഒക്കെ നമ്മൾ കളക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇതൊക്കെ നമ്മൾ ഈ പഠനം നടത്തുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെറ്റ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് എന്താണ് പഠനം നടത്താനുള്ളതെന്നുള്ള ഒബ്ജക്റ്റീവ്, നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ഗോള്, അത് കൃത്യമായിട്ട് എന്താക്കണം, സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് എന്തൊക്കെ ഡാറ്റയാണ് കളക്ട് ചെയ്യാനുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്ത് അത് ഫിക്സ് ആക്കണം, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ആക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്, പ്രിപ്പയർ ദ സാമ്പിളിംഗ് ഫ്രെയിം. അഥവാ നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാമ്പിളായി എടുക്കുന്ന സർവേ ആരോടാണ് നമ്മൾ ചോദിക്കാൻ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പോകുന്നത്, അവർക്ക് എന്താ പറയാ, സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയാം. അഥവാ നമുക്ക് ഉണ്ടാവില്ല, കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരോടും കോഴ്സ് ഉണ്ടാക്കാൻ പറ്റൂല, ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റൂല. നമ്മൾ എന്താക്കും, 100 ആൾക്കാരെ സെലക്ട് ചെയ്യും. അപ്പൊ ഈ 100 ആൾക്കാരെ സെലക്ട് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റ് ഉണ്ടാക്കുന്നതാണ് എന്ത്, അതോ ഈ ആരോടൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഈ ഒരു ജില്ലയിലെ പെൺകുട്ടികളോടാണ് ചോദിക്കേണ്ടത്, അതല്ലെങ്കിൽ ആൺകുട്ടികളോടാണ് ചോദിക്കേണ്ടത്, അതല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികളാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് ചോദിക്കേണ്ടത്, അതല്ലെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, CA പഠിക്കുന്നവർ, MBBS പഠിക്കുന്നവർ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവർ. അപ്പോ ഇങ്ങനെയൊക്കെ ഡൈവേഴ്സിറ്റി വേണം. അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് കോഴ്സ്, ഏതെങ്കിലും ക്ലാസ് ആണ് സെറ്റ് ആക്കേണ്ടത്, ചോദിക്കേണ്ടത്, ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാമ്പിളിംഗ് ഫ്രെയിം, ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിന്റെ നെയിംസ്. അപ്പൊ ഇതിനെന്താ പറയാ, സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടാക്കുക എന്നുള്ള ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്, ഡിസൈൻ ദ ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യും. അഥവാ നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കാനുള്ളത്, ആ ക്വസ്റ്റ്യൻസ് ഫുള്ള് ഫിക്സ്ഡ് ആയിട്ട് എന്താക്കുക, ഡിസൈൻ ചെയ്യാം. അപ്പോ കുട്ടിയുടെ പേര് ചോദിക്കും, വയസ്സ്, ക്ലാസ്, കോഴ്സ്, പിന്നെ ഡിപ്രഷന്റെ കാരണങ്ങള്, ഡിപ്രഷന്റെ സ്കോർ, ഡിപ്രഷൻ എത്ര ഉണ്ട് എന്നുള്ളത്, പിന്നെ ദിവസം ഉറങ്ങുന്ന മണിക്കൂറുകള്, പിന്നെ മൊബൈൽ യൂസേജ്, പിന്നെ ഫാമിലി, പാരന്റ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്താക്കും,
സെലക്ട് ചെയ്യും, ഫിക്സ് ചെയ്യും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പോൾ ആൻസേഴ്സ് എന്തായിരിക്കണം? കൃത്യമായിട്ട് ഫിക്സ്ഡ് ആയിരിക്കണം. ഉദാഹരണത്തിന് യെസ് ഓർ നോ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്പേഴ്സ് 1 to 10 വരെയുള്ള നമ്പേഴ്സ്. ഉദാഹരണത്തിന് ഡിപ്രഷൻ സ്കോർ ഒന്നെങ്കിൽ നല്ല ഡിപ്രഷൻ സ്കോർ ഉണ്ടെങ്കിൽ ഒരു 10, 9, 8, തീരെ അല്ലെങ്കിൽ 0, 1, 2. അഥവാ പരമാവധി എന്താക്കണം? നമ്പേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നാലാമത്തതാണ് എന്ത്? ട്രെയിൻ ഫീൽഡ് സ്റ്റാഫ്. അഥവാ നമ്മളെ സർവേ ഒക്കെ പോയി ചോദിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവില്ല, സർവേയേഴ്സ്, ഫീൽഡ് സ്റ്റാഫ്. ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഈ സർവേ ചോദിക്കാൻ പോകുന്ന ആൾക്കാർ അവരെന്താക്കണം? ട്രെയിൻ ചെയ്യിപ്പിക്കണം. കാരണം ഈ ഭയങ്കര എന്താ പറയാ ദേഷ്യമുള്ള ആൾക്കാരൊക്കെ പോയി ഒരു എന്താ പറയാ സർവേ ഒക്കെ നടത്തുകയാണെങ്കിൽ എല്ലാ ആൻസേഴ്സും ഉണ്ടാവില്ല. ആ വീട്ടുകാരതല്ലെങ്കിൽ ആ സർവേക്ക് റെസ്പോൺസ് തരുന്ന ആൾക്കാർ കറക്റ്റ് ആൻസേഴ്സ് തരില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്താ പറയാ നിങ്ങളാവാൻ പറ്റുന്ന, സംസാരിക്കാൻ കഴിയുന്ന, കണ്ടാൽ പേടിയൊന്നും തോന്നാത്ത, അതല്ലെങ്കിൽ കണ്ടാൽ സംസാരിക്കാൻ കഴിയുന്ന കുറച്ച് ഫീൽഡ് സ്റ്റാഫിനെ ആയിരിക്കണം എന്താക്കണം നമ്മൾ സർവേക്ക് വേണ്ടി പറഞ്ഞേക്കേണ്ടത്. അപ്പൊ പറഞ്ഞയക്കുന്നതിന് മുമ്പ് എന്താക്കണം? അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും വേണം. ഓക്കെ. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ത്? എസ്റ്റാബ്ലിഷ് ക്വാളിറ്റി കൺട്രോൾസ്. അഥവാ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാവിധ കുറെ ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്യണം. അഥവാ എന്ത്? നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക, റിസർച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും? അത് ആർക്കെങ്കിലും ഷെയർ ചെയ്യുകയോ അതല്ലെങ്കിൽ നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഈ ഡാറ്റ യൂസ് ചെയ്യുക, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ സ്റ്റാൻഡേർഡ്സ്, ഗൈഡ് ലൈൻസ് ഉണ്ടാക്കണേ എന്താ പറയാ ക്വാളിറ്റി കൺട്രോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആറാമത്തെ എന്ത് സ്റ്റെപ്പാണ് റിക്രൂട്ട് ക്വാളിഫൈഡ് പേഴ്സണൽ. അഥവാ നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്ന സർവേ നടത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞയക്കുന്ന ആൾക്കാരെന്തായിരിക്കണം? ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അഥവാ എന്ത് അവർക്ക് ഈ വിഷയത്തെ കുറിച്ച് ധാരണ വേണം. അഥവാ നമ്മൾ ഡിപ്രഷനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കാൻ വിടുന്നതെങ്കിൽ സൈക്കോളജിയെ കുറിച്ചും സ്റ്റുഡൻസിന്റെ എന്താ പറയാ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ കരിയേഴ്സും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടതും സർവേക്കായിട്ട് അയക്കേണ്ടത്. പിന്നെ ഏഴാമത്തെ സ്റ്റെപ്പാണ് ഓർഗനൈസ് ഫീൽഡ് വർക്ക് ഓപ്പറേഷൻസ്. ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഈ സർവേ നടത്തുക. അഥവാ എല്ലാ സ്റ്റാഫിനെയും പറഞ്ഞയച്ചിട്ട് ഓരോ എന്താക്കുക ഹൗസ് ഹോൾഡിലും എല്ലാ വീട്ടിലും കയറിയിട്ടോ അതല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടോ അതല്ലെങ്കിൽ ഓരോ ക്ലാസ് റൂമിലും പോയിട്ടോ അതല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന എന്താ പറയുക ഇവന്റുകളിലൊക്കെ പോയിട്ട് ഉണ്ടാക്കുക ഡാറ്റ കളക്ട് ചെയ്യും. ഇതാണ് ഏഴാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, മനസ്സിലായോ? ഈ 7 സ്റ്റെപ്പുകളും എന്താ പറയാ നല്ലോണം എഴുതാൻ പറ്റിയ ഒരു സ്റ്റെപ്പാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അഥവാ എക്സാമിനൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സർവേ നടത്തേണ്ടത് എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് എന്താ പറയാ നേരിട്ട് വലിച്ചു എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇത് ഈ ഒരു 7 സ്റ്റെപ്പ് പഠിച്ചു വെക്കുകയാണെങ്കിൽ എക്സാമിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആർക്കെങ്കിലും എന്താ സംശയം ഉണ്ടോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചർച്ച ചെയ്യാനുള്ളത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മിനിമൈസിങ് ഡാറ്റ എറേഴ്സ്. ഈ ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴേ പല തെറ്റുകളും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഈ തെറ്റുകളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് എന്താക്കാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. 100% തെറ്റൊക്കെ ഒഴിവാക്കിയിട്ട് പെർഫെക്റ്റ് ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല, സാധിക്കില്ല. അതിനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ നമുക്ക് പരമാവധി തെറ്റുകളൊക്കെ കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പൊ 2 രീതിയിലുള്ള തരത്തിലുള്ള എറേഴ്സ് ആണ് വരിക, ഡാറ്റ എറേഴ്സ്. ഒന്നാമത്തത് നോൺ സാമ്പിളിംഗ് എറേഴ്സും രണ്ടാമത്തത് സാമ്പിളിംഗ് എറേഴ്സും. ഫസ്റ്റ് നമുക്ക് എന്താക്കാം, സാമ്പിളിംഗ് എറേഴ്സ് പറയും. സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാമ്പിൾ ആയിട്ട് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യല്ലേ. ഉദാഹരണത്തിന് നമുക്ക് എന്താണ് കുട്ടികളുടെ ഡിപ്രഷനെ കുറിച്ച് അതല്ലെങ്കിൽ ആ ഡിപ്രഷൻ അവരുടെ മാർക്കിൽ വരുന്ന സ്വാധീനത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കുട്ടികളുടെ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പൊ എല്ലാ കുട്ടികളുടെയും ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു സാമ്പിൾ
കുറച്ച് കുട്ടികളുടെ ഡാറ്റ ഉണ്ടാക്കുന്ന ഏതൊക്കെ കുട്ടികളുടെ ഡാറ്റ കളക്ട് ചെയ്യരുതെന്നൊക്കെ ലിസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ആ സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡാറ്റ ആരുടേതാണെന്ന് എന്താക്കണം ഫിക്സ് ചെയ്യുന്നിടത്ത് നമ്മൾ പല കാര്യങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ എന്താണ്, നമ്മൾ ഒരിക്കലും ഒരു പ്രത്യേക കാറ്റഗറിയിൽ നിന്ന് മാത്രം എന്താക്കരുത്, ഡാറ്റ കളക്ട് ചെയ്യരുത്. ഉദാഹരണത്തിന് CA പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ MBBS പഠിക്കുന്ന കുട്ടികൾ, ഇവരോട് മാത്രം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. അപ്പൊ ഈ കുട്ടികൾക്ക് എന്തായിരിക്കും, ഡിപ്രഷനൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അവർ അത്രയും ടഫായിട്ടുള്ള വിഷയം ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ, അഥവാ ഒന്നും ബാക്കി കോളേജിലൊന്നും പോവാണ്ട് കൂടുതലും ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നവരുണ്ടാവുക. CA ACC പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്കെന്തായിരിക്കും ഡിപ്രഷൻ ഒന്നുകൂടി കൂടുതലായിരിക്കും. അപ്പൊ നമ്മളെ സർവേക്ക് അവരുടെ ഡാറ്റ മാത്രം കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ റിസർച്ചിലും അത് ബാധിക്കും. കാരണം എന്താണ്, അപ്പൊ അവർക്കൊക്കെ എന്തായിരിക്കും അത്യാവശ്യം ഡിപ്രഷൻ ഉണ്ടാകും. കേരളത്തിൽ എല്ലാ കുട്ടികൾക്കും അത്യാവശ്യം ഡിപ്രഷൻ ഉണ്ട് എന്നായിരിക്കും ഉണ്ടാവുക നമ്മളെ റിസർച്ചിൽ വരിക. അപ്പൊ എന്താണ്, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ പഠനം നടത്തുമ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാരും ഡൈവേഴ്സിറ്റിയോട് കൂടെ എന്താ പറയുക, എല്ലാ കോഴ്സുകളും അതല്ലെങ്കിൽ എല്ലാ ക്ലാസ്സുകളും എല്ലാ ജില്ലകളിലും എല്ലാ ടൈപ്പ് സ്റ്റുഡൻസ്, അഥവാ റിച്ച് സ്റ്റുഡൻസ്, പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ്, പിന്നെ മെയില് ഫീമെയില്, ഇങ്ങനെ എല്ലാ ടൈപ്പ് സ്റ്റുഡൻസിൽ നിന്നും ഡാറ്റ ഉണ്ടാക്കണം, നമ്മൾ കളക്ട് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താക്കും, ഈ സാമ്പിളിങ് എറേഴ്സ്, ഈ സാമ്പിളിൽ വരാനുള്ള പല എറേഴ്സും അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, എന്താ സംശയം ഉണ്ടോ? ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം. അപ്പോ ഈ സാമ്പിളിങ് എറേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താക്കണം, നമ്മൾ എന്താക്കണം, സാമ്പിൾ സൈസ് എടുക്കുമ്പോൾ അഥവാ ആരുടെ അടുത്ത് നിന്നാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, അവരുടെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താക്കരുത്, കണ്ടീഷൻ വെച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് എന്താക്കരുത്, റാൻഡം അല്ലാതെ ഡാറ്റ കളക്ട് ചെയ്യരുത്. അപ്പൊ എന്താക്കണം, എല്ലാ ആൾക്കാരും, എല്ലാ പ്രാതിനിധ്യവും, എല്ലാ ടൈപ്പ് ആൾക്കാരുടെയും ഡൈവേഴ്സിറ്റിയിൽ പ്രാതിനിധ്യം നമ്മുടെ ക്വസ്റ്റ്യനെയറിൽ വേണം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഉദാഹരണത്തിന് ഡിപ്രഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എല്ലാ ടൈപ്പ് ആൾക്കാർ, അഥവാ CA പഠിക്കുന്ന MBBS, കൊമേഴ്സ്, എഞ്ചിനീയറിംഗ്, നീറ്റ്, പിന്നെ പല ജില്ലക്കാര്, ആണ്, പെണ്ണ്, പാവപ്പെട്ടോല്, പൈസക്കാര്, പിന്നെ അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുടെ അടുത്ത് നിന്നും ഡാറ്റ കളക്ട് ചെയ്യണം. അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്താൽ എന്താവുള്ളൂ, ഇവിടെ റിസർച്ച് വാലിഡ് ആവുള്ളൂ, അതോ റിസർച്ച് സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാരുടെ മാത്രം ഒരു അഭിപ്രായമായിരിക്കും നമ്മൾ റിസർച്ച് ആയിട്ട് വരിക. അങ്ങനെ വരുമ്പോ റിസർച്ച് ഉണ്ടാവില്ല, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഉണ്ടാവില്ല, ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഓക്കെ, അപ്പൊ എന്താക്കണം, നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ സാമ്പിളിങ് എറർ അഥവാ സാമ്പിൾ ഡാറ്റ, അഥവാ ആരുടെ അടുത്തുനിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അപ്പോ ആ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ എന്താക്കണം, കൃത്യമായിട്ട് ശ്രദ്ധിച്ചുണ്ടാക്കണം. ഈ ആൾക്കാരുടെ ഡാറ്റ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ വരുന്ന എറേഴ്സിന് എന്ത് പറയാ, സാമ്പിളിങ് എറേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പോഴും നോയ്സ് ഡിസ്റ്റർബിംഗ് ഉണ്ടോ? ബാക്ക്ഗ്രൗണ്ടിലുള്ള സംസാരം നന്നായി കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ സംസാരം കൂടെ ആവുമ്പോ നമുക്കൊരു ഇറിറ്റേഷൻ. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ഞാൻ ഒന്നും മതി. ഓക്കെ.